നമസ്കാരം. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 1805 കേരള സ്റ്റേറ്റിൽ ആലപ്പുഴ ജില്ലയിൽ കൈനക്കരി എന്ന സ്ഥലത്ത് ഭൂജാതനായ, പിന്നീട് വിശുദ്ധ പദവി അലങ്കരിച്ച 1871 ദിവംഗതനായ ശ്രീ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ചരമദിനമാണ് ഇന്ന്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A അനുസരിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമായി സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണം. എല്ലാ കുട്ടികൾക്കും ജാതിയോ മതമോ ദാരിദ്ര്യമോ സമ്പന്നതയോ ഒന്നും നോക്കാതെ ബാല്യകാലങ്ങളിൽ 14 വയസ്സുവരെ നിർബന്ധിതമായി വിദ്യാഭ്യാസം നൽകണമെന്ന ആർട്ടിക്കിൾ 21A ആവശ്യപ്രകാരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് നിയമങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് നമ്മുടെ കേരളം വളർന്നു വരുന്ന കാലഘട്ടം കേരളമായി മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. തിരുവിതാംകൂർ സംസ്ഥാനം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പേ 18ാം നൂറ്റാണ്ടിൽ 1805 ജനിച്ചാൽ ആ കാലഘട്ടം അതാണല്ലോ. 1871 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എറണാകുളം ജില്ലയിലെ സെന്റ് ഫിലോമിനാസ് ചർച്ചിൽ കുനമാവ് അദ്ദേഹം പുരോഹിതനായി എത്തുകയും നിർബന്ധിതമായും ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിക്ക് ഒരു പള്ളിക്കൂടം വേണം, വിദ്യാഭ്യാസത്തിലൂടെ മാത്രം വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ആ സ്ഥാപനങ്ങളിൽ ചിട്ടപ്പടിയായി നിയമങ്ങൾ ഉണ്ടാക്കി, ആ നിയമങ്ങളുടെയും നീതിപൂർണമായ നടത്തിപ്പിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വളരെ ചിട്ടയോടെ വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ സമൂഹത്തിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ഉച്ചനീചത്വങ്ങളെ എതിർക്കാൻ കഴിയുകയുള്ളൂ, തൊഴിലുണ്ടാക്കാൻ കഴിയുകയുള്ളൂ, ജീവിത രീതി ഉയർത്താൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഈ വ്യക്തിയെ മാനസികമായി, വൈകാരികമായി, ശാരീരികമായി അടിമപ്പെടുത്തുന്ന ഒരു വൃത്തികെട്ട സാമൂഹ്യ വ്യവസ്ഥിതി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന ദീർഘവീക്ഷണത്തോടെ, ഉൾക്കാഴ്ചയോടെ വിദ്യാഭ്യാസ ആലയങ്ങൾ സ്ഥാപിച്ച മഹത് വ്യക്തിയായിരുന്നു ശ്രീ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. 19ാം നൂറ്റാണ്ടിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടില്ലാത്ത കാലം. നാട്ടുരാജ്യങ്ങളുടെ അതിപ്രസരം, ജാതി, മതം, വർഗം, വർണ്ണം, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ എന്നിങ്ങനെ ജനം വിവിധ രീതിയിൽ വേദനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമത്വത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, ഏകതയെക്കുറിച്ച്, സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാൻ, ആത്മാവിനെ ബഹുമാനിക്കാൻ, വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് പഠിപ്പിച്ച വ്യക്തി. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ആർട്ടിക്കിൾ 21A ഈ സ്വാധീനവും അതിൻ്റെ അവകാശവും നമുക്ക് ലഭിക്കുന്നതിന് മുമ്പേ വിദ്യാഭ്യാസത്തിനായി പടപൊരുതിയ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഇന്ന് വിശുദ്ധനായി സഭ അദ്ദേഹത്തെ വാഴ്ത്തിയിട്ടുണ്ട്. 2014 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. കേരള സംസ്ഥാനത്തെ സാമൂഹ്യ സമുദ്ധാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയാതെ വയ്യ. അദ്ദേഹത്തിന്റെ സഹായത്തിൽ, പ്രോത്സാഹനത്തിൽ, അദ്ദേഹത്തിന്റെ ആത്മീയമായ ഉപദേശത്തിൽ അദ്ദേഹം ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രിയോട് എന്ന പോലെ സഹായം ചെയ്തതാണ് ഇന്ന് വാഴ്ത്തപ്പെട്ട് നാം ആദരിക്കുന്ന മദർ ഏലീശ്വായുടെ ജീവിതവും. മദർ ഏലീശ്വ വിധവയായിരുന്നപ്പോൾ മദർ ഏലീശ്വ വിധവയായി കുഞ്ഞിനെയും മാന്യത്തെയും കൂട്ടിക്കൊണ്ടുവന്ന് സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന്, സ്ത്രീകൾക്ക് വിദ്യാലയം വേണമെന്ന്, സ്ത്രീകളെ തുണി ഉടുക്കാൻ, വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കണമെന്ന്, സ്ത്രീകളെ പനമ്പ് നെയ്യാൻ, ഓലമേയാൻ, തുണി തുന്നി, കൈത്തൊഴിലുകൾ ഉണ്ടാക്കി, ബാഗുകൾ ഉണ്ടാക്കി, ഇങ്ങനെ സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിന് സഹായിക്കണമെന്ന് ഏലീശ്വ അമ്മയുടെ ആഗ്രഹത്തിന് എല്ലാ രീതിയിലും പിന്തുണ നൽകിയ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പിതാവാണ്. എല്ലാവർക്കും പിതാവായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. അദ്ദേഹമാണ് CMC, ഇന്ന് ഉള്ള കർമ്മലൈറ്റ് സഭയുടെ ആദ്യത്തെ പ്രയറും അദ്ദേഹമാണ് മദർ ഏലീശ്വയ്ക്ക് മതപരമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും കർമ്മലൈത്ത സഭ ഉണ്ടാക്കുന്നതിനും മഠമുണ്ടാക്കുന്നതിനും സഹായിച്ച, മുൻകൈയെടുത്ത വലിയ വ്യക്തിത്വം. എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു, എന്തെല്ലാം എതിർപ്പുകളായിരുന്നു. അതിനെയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ സാമൂഹ്യ പരിഷ്കരണം വേണം,
സമൂഹത്തിൽ നന്മയുണ്ടാകണം, ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യണം, സമത്വം ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം. വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാര സമ്പന്നതയുള്ള ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കാൻ കഴിയണമെന്നുള്ള വലിയ ദീർഘവീക്ഷണത്തിൽ പ്രവർത്തിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ആത്മാവിനോട്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളോട് നന്ദി പറയാതെ നമുക്ക് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A പറയുന്ന അവകാശങ്ങളെ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you for watching this video. Make sure to like, share, subscribe for more videos.